ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓട്ടട എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷെ നമ്മൾ മൺചട്ടിയിലൊക്കെയാണ് ഓട്ടട തയ്യാറാക്കാറ്. അപ്പോൾ നമുക്ക് മൺചട്ടി ഇല്ലാതെ നമ്മുടെ വെള്ളയപ്പച്ചട്ടിയിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം, അതും ഗ്യാസുമ്മൽ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് പച്ചരി എടുത്തിട്ടുണ്ട്. ഒരു 3 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി ഒരു 6 മണിക്കൂർ ഞാൻ കുതിർത്തി വെച്ചിട്ടുള്ള പച്ചരിയാണ് കേട്ടോ. നമുക്കിതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മിക്സിയുടെ ജാറിലേക്ക് ഈ പച്ചരി ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആ അരിയിലേക്ക് ഒരു 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ 1/4 കപ്പ് നാളികേരം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്കതിൽ അരച്ചെടുക്കാനായിട്ടുള്ള വെള്ളം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ മിക്സൊക്കെ ഒരുമിച്ചായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന ഒരു മാവിൻ്റെ ഒരു പരിവുണ്ടല്ലോ, അതായത് ഉഴുന്ന് ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന ആ ഒരു കട്ടിയിലായിരിക്കണം കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള മാവ് കൂടി ഞാൻ അതിലേക്ക് അരച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഇപ്പോൾ ചെയ്തെടുക്കാൻ പോണത് വെള്ളയപ്പച്ചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചട്ടി ഇല്ലയെന്ന് വെച്ചിട്ട് ആരും ഓട്ടട ഉണ്ടാക്കാതിരിക്കണ്ട. ഇത്രയും നാളും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഓട്ടട ചട്ടി കിട്ടാത്ത കാരണം കൊണ്ട് ഓട്ടട ഉണ്ടാക്കാതിരുന്നത്. അപ്പോഴാണ് ഞാൻ വെള്ളയപ്പച്ചട്ടിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചട്ടിയിലുണ്ടാക്കുന്ന അതേപോലെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു കയ്യിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നല്ല പോലെ ഹോൾസ് വരുമ്പോൾ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നടുവൊക്കെ നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ളത് അതുപോലെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കയ്യിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ മൺചട്ടി ഇല്ലയെന്ന് വെച്ചിട്ട് ആരും ചെയ്യാതിരിക്കരുത്. നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഈ വെള്ളയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെയ്യണ പോലെ തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഓട്ടട നമുക്ക് ഗ്യാസിൽ തയ്യാറാക്കാമല്ലോ, മൺചട്ടി വേണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.